ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു അരിമുറുക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അരിമുറുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉഴുന്നല്ല ചേർക്കുന്നത്, അപ്പോൾ അതിന് പകരം പൊട്ടുകടലയാണ് ചേർക്കുന്നത്. പൊട്ടുകടല ചേർത്തിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു മുറുക്ക് റെസിപ്പിയാണ് ഇന്നത്തേത്. വളരെ എളുപ്പമാണ്, നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊട്ടുകടല എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ നമുക്ക് കടയിലൊക്കെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്, നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പൊട്ടുകടല നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ 1/4 കപ്പ് പൊട്ടുകടല മിക്സിയിൽ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചൊരു പാത്രത്തിലോട്ടിടാം. അപ്പോൾ അരിക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചിലൊരു ബ്ലോക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് ചേർക്കണേ. നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചിടാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 കപ്പ് അരിപ്പൊടി ഞാൻ വറുത്ത നേരിയ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കതും കൂടെ ഒന്ന് അരിച്ച് ചേർക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ജീരകം 1/2 ടീസ്പൂൺ, എള്ള് 1 ടേബിൾ സ്പൂൺ. ഇപ്പം ഞാൻ കറുത്ത എള്ളാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ കറുത്ത എള്ള ഇല്ലാന്നുണ്ടെങ്കിൽ വെളുത്ത എള്ളം യൂസ് ചെയ്യാം. പിന്നെ ഓയിൽ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലും നമ്മുടെ മുളക് പൊടിയും അരിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് തിരുമ്മി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളം വെച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് നമുക്ക് കുഴക്കാൻ പറ്റുന്ന പാകത്തിൽ ഒരു അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് നമുക്ക് ഉപയോഗിക്കാം. 3/4 കപ്പ് ചൂടുവെള്ളം എടുത്തേക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അരിപ്പൊടി അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടിരിക്കും. അപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് എനിക്കിപ്പോൾ വേണ്ടി വന്നേക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ കൂട്ട് നമുക്കിനി 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മുറുക്ക് ഒന്ന് 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമുക്ക് സേവനാഴി ഒന്ന് റെഡിയാക്കി വയ്ക്കാം. മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതേപോലത്തെ അച്ചാൻ എടുക്കുന്നത്. നമുക്ക് ഈ സേവനാഴിയുടെ സൈഡിലൊക്കെ നമുക്കൊന്ന് ഇത്തിരി ഓയിൽ തേച്ച് കൊടുക്കാം. ഓയിൽ തേക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ട് അതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ചേക്കുന്ന മുറുക്കിൻ്റെ മാവ് നമുക്ക് ഇതിനകത്തോട്ട് നിറച്ച് വയ്ക്കാം. അപ്പോൾ 2 പ്രാവശ്യം ആക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ 1 കപ്പ് അരിപ്പൊടിക്ക് ഞാനിത് മാവ് കൊണ്ട് നിറച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിനി മുറുക്ക് പിഴിയാം. മുറുക്ക് പിഴിയാൻ എളുപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുറുക്ക് ചുടുന്ന ചട്ടുകത്തിൽ തന്നെ പിഴിഞ്ഞിട്ട് ആ ചട്ടുകം കൊണ്ട് തന്നെ ഓയിലിലോട്ട് ആക്കിയിട്ടാണ് നമുക്ക് ചുടാൻ എളുപ്പം. ഞാൻ ഒരെണ്ണം ചട്ടുകത്തിൽ ഇങ്ങനെ പിഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് പാകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറുക്കിങ്ങനെ പിഴിയുമ്പം പൊട്ടിപ്പോകരുത്. പിഴിയുമ്പം പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം വീണ്ടും എടുത്തിട്ടാൽ മതി. വെള്ളം കൂടാതെ നോക്കുക. വെള്ളം ഒത്തിരി കുറഞ്ഞു പോയാലാണ് ഇങ്ങനെ നമ്മൾ പിഴിയുമ്പോഴേക്കും പൊട്ടി പോണത്. അപ്പോൾ പൊട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എല്ലാം കൂടെ എടുത്തിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു ലേശം കൂടെ 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് പിന്നെ രണ്ടാമതൊന്ന് പിഴിഞ്ഞു തുടങ്ങാം. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ചട്ടുകത്തിൽ തന്നെ പിഴിയണമെന്നില്ല. ഇപ്പോൾ നമുക്ക് ബട്ടർ പേപ്പറിൽ പിഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോൾ പ്ലേറ്റിൽ പിഴിയുകയാണെങ്കിൽ കുറച്ചൊരു ഓയിൽ തടവിട്ട് പിന്നെ അതിനകത്തോട്ട് നമുക്ക് മുറുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിലിപ്പോൾ ഇതേപോലെ എണ്ണ തേച്ചിട്ട് പിഴിയുകയാണെങ്കിൽ നമുക്ക് പ്ലേറ്റിൽ നിന്ന് കയ്യിലോട്ട് കൊട്ടിയിട്ട് വേഗം തന്നെ ഓയിലോട്ട് ഇട്ടെടുക്കാം. ബട്ടർ പേപ്പറിൽ വേണമെങ്കിൽ ഇതേപോലെ സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചട്ടുകത്തിൽ പിഴിഞ്ഞിട്ട് അത് വേഗം തന്നെ ഓയിലോട്ട് ഇടുക ചെയ്യാറ്. ഇനി നമുക്ക് മുറുക്ക് ചുട്ടു തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഞാൻ മീഡിയം ഹീറ്റിലാണ് ചൂടാക്കിയിരിക്കുന്നത്. മുറുക്ക് ചുടാൻ നേരത്ത് ഓയിൽ മീഡിയം ഹോട്ടിലായിരിക്കണം. ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ മുറുക്ക് നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് മുറുക്കിട്ടപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കാൻ വേണ്ടി മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഓയിൽ കുറച്ച് കളറായത്. അപ്പോൾ നമുക്ക് മുറുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 മുറുക്ക് ഇട്ടിട്ടുണ്ട്. മുറുക്ക് നമ്മൾ ഓയിൽ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇളക്കുവാണെങ്കിൽ മുറുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകും. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉറച്ചെന്നൊന്ന് തോന്നിയതിന് ശേഷം മാത്രമേ നമുക്കൊന്ന് മറിച്ചിടാൻ പാടുള്ളൂ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിനി കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം.
നമുക്ക് ഇതേപോലെ നമ്മുടെ എല്ലാ മുറുക്കും നമുക്ക് വേഗം തയ്യാറാക്കിയെടുക്കാം. അധികം സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ചട്ടുകത്തിലാണ് പിഴിയുന്നതെങ്കിൽ നമുക്ക് ഒരു മുറുക്ക് ഇട്ട് പിന്നെ അതേ ചട്ടുകത്തിൽ വേഗം തന്നെ പിഴിഞ്ഞ് അപ്പം തന്നെ ഇടാം. നേരത്തെ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചുട്ടു തുടങ്ങണം. അപ്പോൾ പിഴിഞ്ഞു വെച്ചിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ചുടാൻ നിൽക്കരുത്. വളരെ ഈസിയാണ്. ഒരു അരമണിക്കൂർ തന്നെ വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്രയും മുറുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.